Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 23rd lecture on environmental studies. This lecture is based on social issues and environment, which is the fourth module in the subject environmental studies for semester 1 students of BCom. In previous lecture, we had concluded our third module, that is industry and environment. And in this lecture, we are going to start our fourth module, that is social issues and environment. The first topic we are going to discuss in the fourth module is from unsustainable to sustainable development. Human beings and their surrounding environment are integrated. Therefore, the well-being of one is dependent upon the well-being of the other. Human beings and surrounding environment integrated ആണ്. സോ ഒരെണ്ണത്തിൻ്റെ വെൽബീയിങ് മറ്റൊന്നിൻ്റെ വെൽബീയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ വെൽബീയിങ് എന്ന് പറയുന്നത് സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൻ്റെ വെൽബീയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൻ്റെ വെൽബീയിങ് ഹ്യൂമൻ ബീങ്സിൻ്റെ വെൽബീയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. The imperative that humanity faces can be formulated as follows. Without increased incomes and economic development, environmental protection will fail. Without environmental protection, economic development will be undermined. ഹ്യൂമാനിറ്റി ഫേസ് ചെയ്യുന്ന അനിവാര്യമായ ഒരു വസ്തുത ഫോമുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വിത്തൗട്ട് ഇൻക്രീസ്ഡ് ഇൻകംസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ വിൽ ഫെയിൽ. അതായത് ഇൻക്രീസ്ഡ് ഇൻകംസും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഇറ്റ് വിൽ ഫെയിൽ. വിത്തൗട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വിൽ ബി അണ്ടർമൈൻഡ്. അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ദുർബലപ്പെടുകയും ചെയ്യും. സോ ഈ കമ്പോണൻസ് എല്ലാം തന്നെ ഇൻ്റർറിലേറ്റഡ് ആണ്. Idea of sustainable development was conceived in early 1970s when the need was felt to preserve the fast depleting natural resources. It means that early 1970s-ലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഐഡിയ കൺസീവ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് പ്രിസർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് 1970s സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഐഡിയ കൺസീവ് ചെയ്തു. പ്രയർ ടു ദാറ്റ് ദ ഡെവലപ്മെൻറ്റ്സ് വെയർ ഓൾമോസ്റ്റ് അൺസസ്റ്റൈനബിൾ. അതിനു മുൻപും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ബട്ട് ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ അൺസസ്റ്റൈനബിൾ ആയിരുന്നു. ദ നാച്ചുറൽ റിസോഴ്സസ് വെയർ ഫാസ്റ്റ് ഡിപ്ലീറ്റിംഗ് ആൻഡ് എക്കോളജിക്കൽ ബാലൻസ് വാസ് ഇൻ ഡേഞ്ചർ. അതായത് നാച്ചുറൽ റിസോഴ്സസ് എല്ലാം തന്നെ വളരെ വേഗത്തിൽ ഡിമിനിഷ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ആൻഡ് എക്കോളജിക്കൽ ബാലൻസും ഇറ്റ് വാസ് ഇൻ ഡേഞ്ചർ. Sustainable development is defined as development that meets the needs of the present without compromising the ability of future generations to meet their own needs. Sustainable development is a development and ഈ ഒരു ഡെവലപ്മെൻറ്റിൽ പ്രസൻറ്റ് ജനറേഷൻസ് അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത്തരത്തിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ ഓൺ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ എബിലിറ്റിയെ കോംപ്രമൈസ് ചെയ്യുന്നുമില്ല. അതായത് പ്രസൻറ്റ് ജനറേഷൻസിന് അവരുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുവാനും കഴിയുന്നു. അതിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ ജനറേഷൻസിന് അവരുടെ നീഡ്സ് ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുവാനുള്ള എബിലിറ്റിയും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് പ്രസൻറ്റ് ജനറേഷൻസിന് അവരുടെ നീഡ്സും ഫുൾഫില്ല് ചെയ്യാൻ കഴിയുന്നു. ഫ്യൂച്ചർ ജനറേഷൻസിന് അവരുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യാനുള്ള എബിലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു. Then what are the objectives of sustainable development? First one is basic need of life should be available to all human beings. അതായത് എല്ലാ ഹ്യൂമൻ ബീങ്സിനും അവരുടെ ലൈഫിൻ്റെ ബേസിക് നീഡ്സ് അവൈലബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ ഇസ് കൺസംഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഷുഡ് ബി യൂട്ടിലിറ്റി ബേസ്ഡ്. അതായത് നാച്ചുറൽ റിസോഴ്സസ് കൺസ്യൂം ചെയ്യുമ്പോൾ അത് യൂട്ടിലിറ്റി ബേസ്ഡ് ആയിരിക്കണം. അതായത് അതിൻ്റെ യൂസേജിൻ്റെ ബേസിസിലായിരിക്കണം. Third one is economic growth should be made within the safeguarded limits to safeguard the interest of the future generations to come. അതായത് എക്കണോമിക് ഗ്രോത്ത് എപ്പോഴും സേഫ് ഗാർഡഡ് ലിമിറ്റ്സിനുള്ളിലായിരിക്കണം. ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് ടു കം. അതായത് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷൻസിന് അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുവാൻ ഉള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു പോകാത്ത തരത്തിൽ അവരുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സേഫ് ഗാർഡഡ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യേണ്ടത്. ഫോർത്ത് വൺ ഇസ് എക്കോളജിക്കൽ പ്രോസസ് ഷുഡ് കണ്ടിന്യൂ യുണബേറ്റഡ്. അതായത് എക്കോളജിക്കൽ പ്രോസസ്സുകളെല്ലാം തന്നെ ഇൻറ്റൻസിറ്റിയിലോ സ്ട്രെങ്ത്തിലോ ഒരു റിഡക്ഷനും ഇല്ലാതെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എൻവയോൺമെൻറ്റ് ഷുഡ് റൺ സൈമൾട്ടേനിയസ്ലി. അതായത് എൻവയോൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റും മെയിൻ്റനൻസും ഇത് സൈമൾട്ടേനിയസ്ലി മുന്നോട്ട് പോകണം. ഇറ്റ് മീൻസ് ദാറ്റ് എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ
അതിൻ്റെ മെയിൻ്റനൻസും പോസിബിൾ ആകണം. റീജിയണൽ ഇംബാലൻസ് ഇൻ കൺസർവേഷൻ ഓഫ് നേച്ചർ ഷുഡ് ബി മിനിമൈസ്ഡ്. അതായത് ഡിഫറെൻറ്റ് റീജിയൻസിൽ നേച്ചറിൻ്റെ കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇംബാലൻസസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മിനിമൈസ്ഡ്. ദ ഇൻ്റർനാഷണൽ ഫ്രറ്റേണിറ്റി ഷുഡ് യുണൈറ്റ് ടു ഫൈറ്റ് ദ മെനീസ് ഓഫ് പൊല്യൂഷൻ. അതായത് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഇൻ്റർനാഷണൽ ഗ്രൂപ്പുകൾ പൊല്യൂഷൻ്റെ ഡേഞ്ചേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി യുണൈറ്റ് ചെയ്യണം. എ ലോങ് ടേം വ്യൂ ഷുഡ് ബി അഡോപ്റ്റഡ് ഫോർ ബെറ്റർ റിലേഷൻ ബിറ്റ്വീൻ ദ ഹ്യൂമൻ ആൻഡ് സ്പീഷീസ് ജനറേഷൻ. അതായത് ഹ്യൂമൻ ബീയിങ്സും മറ്റ് സ്പീഷീസ് ജനറേഷൻസും തമ്മിലുള്ള ബെറ്റർ റിലേഷന് വേണ്ടി ഒരു ലോങ് ടേം വ്യൂ അഡോപ്റ്റ് ചെയ്യണം. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. Hope you all understand about the topic from unsustainable to sustainable development. Thank you.